യെസ്, ശ്രീ മോഹൻ വർഗീസ്, ജാതി, ജാട്ട് അല്ലെങ്കിൽ ഗുസ്തി, ഇത്തരം ഫാക്ടേഴ്സൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്, കർഷകരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു എന്നതൊരു സുപ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെയാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ഈ അഗ്നിവീർ വിഷയം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം. ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മിഡിൽ ക്ലാസ് അനുഭവിക്കുന്ന, താഴെത്തട്ടിൽ അതല്ലെങ്കിൽ അതിൽ ബിലോ ആവറേജ് ആയിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലേ? ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ കൂടി നമ്മൾ നോക്കിക്കാണുമ്പോൾ ശ്രീ മോഹൻ വർഗീസ് അതിനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തെ വിശകലനം ചെയ്യുന്നത്? ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ സൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം 90 അംഗ നിയമസഭയിൽ 45 മുതൽ ഒരു 65 സീറ്റ് വരെയുള്ള വിവിധങ്ങളായ സർവേകൾ കാണുന്നു. അത് കുറച്ച് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള നിഗമനമാണെന്ന് പറയാം. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബിജെപിക്ക് എല്ലായിടത്തും 30-ൽ താഴെയാണ്, എല്ലായിടത്തും കൺസിസ്റ്റന്റ്ലി ബിലോ 30. പക്ഷേ എക്സിറ്റ് പോളുകളുടെ ചരമഗീതം കുറിക്കുന്നത് നമ്മൾ ഏതാനും മാസം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ഒരുപക്ഷെ പോൾസ്റ്റേഴ്സിന്റെ മനസ്സിലും ഉണ്ടാകും. ഇവിടെ യഥാർത്ഥ വിഷയം, ജാതിയെ മതത്തെയൊക്കെ മാറ്റി നിർത്തി യഥാർത്ഥ വിഷയങ്ങൾ, ഈ തൊഴിലില്ലായ്മ മുതൽ വരുമാന നഷ്ടം വരെയുള്ള യഥാർത്ഥ വിഷയങ്ങൾ, കർഷകരുടെ വിഷയവും യഥാർത്ഥ വിഷയം തന്നെയാണ്. ആ വിഷയങ്ങളിലെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന് തന്നെ എഡ്ജ് ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് മാത്രമല്ല, മറ്റെല്ലാ സമവാക്യങ്ങളും കോൺഗ്രസിന് അനുകൂലമാണ്. ആകെയുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന അധികായൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് വഴങ്ങാതെ നിൽക്കുന്ന കുമാരി ഷെൽജ എന്ന ദളിത് നേതാവ്, അതുപോലെ രൺദീപ് സിംഗ് സുർജേവാല എന്ന കോൺഗ്രസ് നേതാവ്, ഈ 3 പ്രധാനപ്പെട്ട നേതാക്കളെ ചുറ്റിപ്പറ്റിയാണ് കോൺഗ്രസ് രാഷ്ട്രീയം. സ്വാഭാവികമായി സീറ്റ് കിട്ടാതെ പോയ ആളുകൾ വിമത ശല്യമുണ്ട്. പക്ഷേ BJPക്ക് അതിനേക്കാൾ കൂടുതൽ വിമത ശല്യം ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഇഫക്റ്റ് നള്ളിഫൈ ചെയ്തു പോകുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന നമ്പേഴ്സ് ഒരു പക്ഷേ യാഥാർത്ഥ്യബോധത്തോടു കൂടി ഉള്ളതാണ് എന്നാണ് നോക്കുന്നത്. ഒരു പക്ഷേ മൊമെന്റം കുറച്ചുകൂടി നീങ്ങുകയാണെങ്കിൽ, കോൺഗ്രസിന് അനുകൂലമായി നീങ്ങുകയാണെങ്കിൽ പ്രൊജക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ 3-2 ഭൂരിപക്ഷത്തിലേക്ക് വരെ കോൺഗ്രസ് പാർട്ടിക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത ഹരിയാനയിൽ കാണുന്നുണ്ട്. കാരണം എതിരെ വരേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ കോൺഗ്രസിനില്ല. 10 വർഷമായി പ്രതിപക്ഷത്താണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം മൂർധന്യത്തിലെത്തി നിൽക്കുന്ന ഈ സമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ മോദി തരംഗത്തിന് യാതൊരു പ്രഭാവം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനത്ത് തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആസ് എ തംബ് റൂൾ പ്രതിപക്ഷത്തിന് അഡ്വാൻറ്റേജ് ഉണ്ടാകും. ആം ആദ്മി പാർട്ടിക്കൊന്നും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺഗ്രസ് ആം ആദ്മി ഒരു ഡിവൈഡ് ഇവിടെ സംഭവിച്ചു. ആ വോട്ടുകൾ ഭിന്നിക്കുന്നു എന്നത് എന്തെങ്കിലും തലത്തിൽ വോട്ടുകൾക്ക് ശ്രീ മനു, ആ വോട്ടുകൾ പഞ്ചാബ് ഡൽഹി അതിർത്തിയിൽ മാത്രമാണ്. ആ വോട്ടുകൾക്ക് എന്തെങ്കിലും സാങ്കത്യം, അത് എത്ര ഭിന്നിച്ചു പോയെന്ന് പറഞ്ഞാലും ശരി, മൊമെന്റം കോൺഗ്രസിന് അനുകൂലമായിട്ട് തന്നെയാണ്. ആം ആദ്മി പാർട്ടിക്ക് ഒരു സർവേയും ഒരു സീറ്റ് പോലും പ്രവചിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്നിരുന്നെങ്കിൽ അവർ 10 സീറ്റാണ് ചോദിച്ചത്, 6 സീറ്റ് വരെ കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു. അങ്ങനെയെങ്കിൽ 4 സീറ്റ് ജയിച്ചു വരാവുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ആം ആദ്മി പാർട്ടി കളഞ്ഞു കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആം ആദ്മി പാർട്ടിക്ക് ഒരു ദേശീയ പാർട്ടിയായി നിലനിൽക്കണമെങ്കിൽ ഡൽഹിക്ക് പുറത്ത്, പഞ്ചാബിന് പുറത്ത് മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കാര്യമായ വേരോട്ടം ഉണ്ടാകണമെങ്കിൽ സാധ്യതാപരമായ ജിയോഗ്രാഫിക്കലി അത് ഹരിയാനയാണ് എന്നതുകൊണ്ട് ആ പാർട്ടി അവിടെ സജീവമായി നിൽക്കുന്നു എന്ന് മാത്രം ഇപ്പോൾ കരുതിയാൽ മതിയാകും. യെസ്.